ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൽ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കാട്ടാക്കടയാണ് നമ്മൾ നിൽക്കുന്നത്. കാട്ടാക്കട എന്താണ് വിശേഷം എന്ന് വെച്ചാൽ കാട്ടാൽ പുസ്തകമേളയും സാംസ്കാരിക സമ്മേളനം മതേതരത്വമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനവും 2025 പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഡേറ്റ് എന്ന് വെച്ചാൽ 19 മുതൽ ഏപ്രിൽ 19 മുതൽ 28 വരെ ഉള്ള ദിവസങ്ങളിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. എല്ലാ പ്രാവശ്യവും നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും. മെയിനായിട്ട് പുസ്തകമേളയാണ് നടക്കുന്നത്, പിന്നെ സ്റ്റേജ് പ്രോഗ്രാം, പിന്നെ നമ്മൾ കാണുന്ന മേളയിലെ കാഴ്ചകൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഈ വലിയൊരു ഗ്രൗണ്ടിൽ പരിപാടികളെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേജിൽ ഇനാഗ്രേഷൻ്റെ പരിപാടികൾ നടക്കുന്നു. സ്റ്റേജ് പരിപാടികൾ ഗാനമേള, നാടകം, കോമഡി പരിപാടികൾ, ഡാൻസ്, എല്ലാ പരിപാടികളും ഉണ്ട്. പിന്നെ ഇത് 17-ാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പരിപാടികൾ 17-ാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുസ്തകമേള 19-ാം തീയതി മുതൽ, അതായത് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. മേളകളിലുള്ള എല്ലാ സ്ഥിര കാഴ്ചകളും ഉണ്ട്. മെയിനായിട്ട് പുസ്തക മേളയും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ സെമിനാർ, പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുക, ഒത്തിരിയധികം വെറൈറ്റി പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള എല്ലാ പുസ്തകങ്ങളും നമുക്ക് വാങ്ങിക്കാം, നോക്കി എടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സെമിനാർ ക്ലാസ്സുകളൊക്കെ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള കാഴ്ചകൾ നിങ്ങൾ എല്ലാവരും വന്ന് തന്നെ കാണുക. ടിക്കറ്റൊന്നുമില്ല, വന്ന് തന്നെ കാണുക. അപ്പോൾ അതിൽ ചെറിയ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. മുൻ വർഷങ്ങളെ പോലെ തന്നെ വളരെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്രാവശ്യവും കാട്ടാൽ ഫെസ്റ്റിലുള്ളത്. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് ഇത്തവണയും കാട്ടാൽ ഫെസ്റ്റ് നടക്കുന്നത്. 17-ാം തീയതി മുതൽ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. എന്നാൽ 19-ാം തീയതി മുതലാണ് പുസ്തകോത്സവത്തിന് തിരി തെളിയുന്നത്. ഒരുപാട് ഏജൻസീസ് ബുക്ക് സ്റ്റാളുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് മാത്രമല്ല, ഇതിനു പുറകിൽ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പ്രധാന അട്രാക്ഷൻ ഇത് തന്നെയാണ് പുസ്തകോത്സവം. പുസ്തകങ്ങളുടെ വൻ കളക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കഴിയും. വായനാശീലം കുറഞ്ഞു വരുന്ന ഈ തലമുറയ്ക്ക് വായനാശീലം കൂട്ടുവാനും അതുവഴി അറിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ഒരു നല്ല സന്ദേശവും ഇതിലുണ്ട്. ആ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേളകളിൽ കാണുന്ന എല്ലാത്തരം കാഴ്ചകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഒന്നുകൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. തുടക്ക ദിവസമായതിനാൽ ഇന്ന് എല്ലാ സ്റ്റോളുകളും പ്രവർത്തനമായിട്ടില്ല. അതുമാത്രമല്ല, ഫുഡ് കോർട്ടുകളും ഇവിടെ സജീവമാണ്. ഇത്തവണ ഒരു പെറ്റ് ഷോ കൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള റൈഡുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് സ്റ്റേജ് പ്രോഗ്രാംസ് ആണ്. ഒരു രക്ഷയുമില്ലാത്ത പ്രോഗ്രാംസ് ആണ് ഇത്തവണ കാട്ടാൽ ഫെസ്റ്റിന് നമ്മളെ എല്ലാവരെയും കാത്തിരിക്കുന്നത്. കലാപരിപാടികൾ മാത്രമല്ല, ഒത്തിരി ആൾക്കാർ, അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ കാട്ടാൽ ഫെസ്റ്റിൽ ഈ സ്റ്റേജിൽ വന്നു പോകുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കൂടെ പറയാട്ടോ. അതിനു മുന്നേ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോട്ടോ. 1-ാം ദിവസമായ ഇന്നും ഉദ്ഘാടനവും തുടർന്ന് 7 മണി മുതൽ ആരബി ഫെസ്റ്റ്, 8 മണി മുതൽ വർണ്ണോത്സവം 2025, ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 6-ന് നൃത്തനൃത്യങ്ങൾ, 7-ന് നാടകം അടിമ, 8-ന് MBR തിരുവനന്തപുരം നയിക്കുന്ന ഗാനമേള, 10 മണി മുതൽ DJ ചെണ്ട. ഏപ്രിൽ 21-ാം തീയതി രാത്രി 7 മണിക്ക് ഉത്തമന്റെ സങ്കീർത്തനം നാടകം. രാത്രി 9 മണി മുതൽ ട്രിപ്പിൾ തായമ്പക. ഏപ്രിൽ 22 രാത്രി 7:30-ന് വയലി മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ബാംബു മ്യൂസിക് നൈറ്റ്. രാത്രി 9:30 മുതൽ ഗസൽ ഗായകൻ അലോഷി അവതരിപ്പിക്കുന്ന ഗസൽ. ഏപ്രിൽ 23 രാത്രി 8 മണി മുതൽ സിനിമാ താരം നവ്യ നായർ അവതരിപ്പിക്കുന്ന നടന വിസ്മയം. രാത്രി 10-ന് AGDC അവതരിപ്പിക്കുന്ന ഡാൻസ്. ഏപ്രിൽ 24 പ്രസീത ചാലക്കുടി നയിക്കുന്ന ആട്ടം 2025. ഏപ്രിൽ 25 രാത്രി 8 മണി മുതൽ യാത്ര ജീവിതത്തിലേക്കൊരു ജാലകം, പ്രഭാഷകൻ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. രാത്രി 9 മണി മുതൽ യാത്ര നാടകം. ഏപ്രിൽ 26 രാത്രി 7:30 മുതൽ ഡാൻസ് നൈറ്റ്. രാത്രി 8-ന് നാടൻ പാട്ടുകൾ. രാത്രി 9-ന് നാടകം ഉമ്മാച്ചു. ഏപ്രിൽ 27 വൈകുന്നേരം 7:30-ന് ഷഹനാസ് ഹുസൈൻ അവതരിപ്പിക്കുന്ന നൃത്തവിസ്മയം ചവിട്ട് നാടകം. രാത്രി 8-ന് നാട്യ സംഗീതോത്സവം. രാത്രി 10 മുതൽ ഷാഫി കൊല്ലം നയിക്കുന്ന ലൈവ് മ്യൂസിക് ഷോ. ഏപ്രിൽ 28 രാത്രി 8 മണിക്ക് രമ്യ നമ്പീശൻ അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡ്. രാത്രി 10 മണി മുതൽ ശിങ്കാരിമേളം ഫ്യൂഷൻ. അവതരണം നീലപ്പട തിരുവനന്തപുരം. ഈ പ്രോഗ്രാംസ് മാത്രമല്ല, ഒരുപാട് പരിപാടികൾ, സെമിനാറുകൾ, ക്ലാസ്സുകൾ ഒക്കെ ഈ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നാട്ടിലുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.